Please subscribe and click on the bell icon for more videos. നമസ്കാരം, ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. ഇന്നത്തെ വിഷയം IPOയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ സാധാരണ ചില റീറ്റെയിലേഴ്സും ഇവരൊക്കെ IPOകൾ ഒരു ആകർഷകമായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് കരുതാത്തതെന്നാണ്. നമ്മൾ വലിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. അവർ ഒരിക്കലും ഒരു പുതിയൊരു കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി IPOകൾ ഒരു മാർഗമായിട്ട് എടുക്കാറില്ല. ചിലരൊക്കെ ആങ്കർ ഇൻവെസ്റ്റേഴ്സായിട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. അതേസമയം തന്നെ IPOകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടാണിത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമതായിട്ടുള്ളത് ആ ഒരു പ്രത്യേക കമ്പനിയെക്കുറിച്ചുള്ള അവബോധം നമ്മൾക്ക് കാര്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. IPO നടത്തുന്ന കമ്പനി അവർ തരുന്ന ഡ്രാഫ്റ്റ് റെഡ് ഹയറിംഗ് പ്രോസ്പെക്ട്സ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നു, അതനുസരിച്ച് ആ നമ്പേഴ്സ് അനുസരിച്ച് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നമ്പേഴ്സ് അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇന്നത്തെ രീതിയിൽ ഒട്ടുമിക്ക പേർക്കും അറിയാം, ഒരു IPOയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്പനി IPOയ്ക്ക് തൊട്ട് മുമ്പായിട്ട് 2-3 വർഷങ്ങൾക്കുള്ളിൽ അവർ എന്തുമാത്രം നമ്പേഴ്സിൽ മാനിപ്പുലേഷനും സെയിൽസ് ഡേറ്റയിലും മാനിപ്പുലേഷൻ നടത്തുമെന്നുള്ളത്. കാരണം IPO എന്ന് പറയുന്ന ആ ഒരു ഓഫറിങ് വളരെ ആകർഷകമായി നിക്ഷേപകർക്ക് തോന്നണം. അതിന് വളരെയധികം ഉദാഹരണങ്ങളുണ്ട്, പേടിഎം ഉൾപ്പെടെ. അഥവാ ഇനിയിപ്പം പൈപ്പ് ലൈനിലുള്ള കുറച്ച് IPO കമ്പനികളുണ്ട്, അവയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട എഡ്യൂടെക് കമ്പനി അത് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ട് സെയിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഡൗൺ ടു എർത്ത് പ്രൈസിങ്ങിന് ക്ലയൻസിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി. ആ ഒരു ബ്രാൻഡ് എല്ലാവർക്കും പരിചിതമായിരിക്കും. പരസ്യമൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ബൈജൂസ് അല്ല, അതൊരു പ്ലാറ്റ്ഫോം സ്കൂൾ സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ IPO അടുത്ത വർഷമോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു IPO അതിൻ്റെ ഒരു ഹൈപ്പിൽ വരുന്ന ന്യൂസുകളൊക്കെ ഏകദേശം 500 സ്കൂള്, 550 സ്കൂള്, 600 സ്കൂള്, 1000-ൻ്റെ അടുത്ത് സ്കൂള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഈ നമ്പേഴ്സെല്ലാം എങ്ങനെയാണ് വന്നത്? ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പ്രത്യേക കമ്പനി എവിടെയെങ്കിലും സെയിൽസ് പിച്ചിന് ചെല്ലുന്നു, ക്ലയൻറ്റ് പറയുന്ന നമ്പേഴ്സിൽ ക്ലയൻറ്റ് പറയുന്ന ക്വാട്ട് സമ്മതിച്ചുകൊണ്ട് ആ ഒരു ഡീൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആത്യന്തികമായി നമ്മൾ നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ വളരെ നല്ല നമ്പർ ഉണ്ടാവും. പക്ഷേ ഇത് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻസ് ഒരിക്കലും തരുന്നില്ല എന്നുള്ള ഒരു സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ പബ്ലിക് മണി അതിൻ്റെ അകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഒരു മധ്യകാല ദീർഘകാല നിക്ഷേപത്തിന് ഉതകുന്ന ഒരു കമ്പനിയായിട്ട് ഇത് ഒരിക്കലും മാറപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനിശ്ചിതത്വങ്ങളും നമ്പേഴ്സ് മാനിപ്പുലേഷനും ഇതൊക്കെ ഒരു റിസ്ക്കായി കണക്കാക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പല വലിയ നിക്ഷേപകരും IPOയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ ഈ IPO ഒക്കെ ഫ്ലോട്ട് ചെയ്യാറ് എപ്പോഴും സെല്ലേഴ്സിൻ്റെ സൗകര്യത്തിനാണ്. അതായത് IPO എന്ന് പറയുന്നത് ആത്യന്തികമായി ഒരു സെല്ലർ ബിസിനസ്സാണ്. അവരവരുടെ ഇക്വിറ്റി തന്ന് പണം വാങ്ങുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്താണ് IPOകൾ ഫ്ലോട്ട് ചെയ്യാറുള്ളത്. അല്ലാതെ ബയർക്ക് അനുയോജ്യമായിട്ടുള്ള സമയത്തല്ല. ബയേഴ്സ് ഉണ്ട് എന്ന സമയത്താണ്. അല്ലാതെ ബൈ ചെയ്തവർക്ക് അവരുടെ ഇക്വിറ്റി സെല്ല് ചെയ്യാൻ അനുയോജ്യമായ സമയത്തല്ല ഒരിക്കലും ഈ IPOകൾ ഫ്ലോട്ട് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ ന്യൂ ജനറേഷൻ സീരീസിൻ്റെ അകത്ത് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരിയേറെ ചതിക്കുഴികളുണ്ട്. നമുക്കറിയാം, പല IPOകളും വന്നു കഴിഞ്ഞാൽ IPOകളുടെ 10% അത്രയും തന്നെ പൈസ കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെയോ പ്രിന്റഡ് വിഷ്വൽ മീഡിയയിൽ കൂടിയൊക്കെ ഉള്ള ആഡ് ഉൾപ്പെടെ നൽകുന്നു. ഈ ഒരു ആഡിൻ്റെ എല്ലാം ചിറകിലേറിയാണ് പല IPOകളും ആളെ പിടിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ്യതയ്ക്ക് വളരെയധികം കോട്ടം സംഭവിച്ചു പല അറിയപ്പെടാത്ത IPOകളും ഫ്ലോട്ട് ചെയ്യുമ്പോൾ. ഇതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് അടുത്ത കാലങ്ങളായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള പല ഇന്റർനെറ്റ് കമ്പനികൾ. അവയെല്ലാം എന്തുമാത്രം പണം നിക്ഷേപകർ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതിന് കയ്യും കണക്കുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നാലാമത്തത്, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഇനിയിപ്പം ഏത് മനുഷ്യനാണെങ്കിൽ പോലും ടൈം ടെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതായത് ആ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ആ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ചിലപ്പോൾ കമ്പനിയും ബിസിനസ് മോഡലും ഒക്കെ നല്ലതായിരിക്കാം, പക്ഷേ അത് ഒരു സെക്കൻഡറി മാർക്കറ്റിൽ നന്നായി പെർഫോം ചെയ്തു കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യം ലിസ്റ്റ് ചെയ്തിട്ടുള്ള 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഉദാഹരണമായിട്ട് ഇപ്പം അദാനി വിൽമറിൻ്റെ കാര്യം എടുക്കാം. അദാനി വിൽമറിനെ കുറിച്ച് എല്ലാവർക്കും ഇപ്പം നല്ല അഭിപ്രായമായിരിക്കും. ലിസ്റ്റ് ചെയ്ത ഉടനെ കുറേ പേർ പറയുന്നത് ഞാൻ കേട്ടു, ഇത് ഓവർ പ്രൈസ്ഡ് ആണെന്ന്. മറ്റു കുറേ പേർ പറയുന്നത് കേട്ടു, ഇത് മിനിമം ഒരു 2000-ൽ എത്തുമെന്ന്. കാരണം ബാക്കിയുള്ള അദാനി കമ്പനികളുടെ ചോട് പിടിച്ചാണത് പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് കേട്ടു, ഇത് രുചി സോയ പോലെ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ചെറിയൊരു പെനി സ്റ്റോക്കിൽ നിന്ന്. വേറെ കുറേ പേർ പറയുന്നു, ഇപ്പോൾ ഇത് വളരെയധികം ഹൈപ്ഡാണ്, റീറ്റെയിൽ ഇൻവെസ്റ്ററുടെ പണം പോകും. സത്യം പറഞ്ഞാൽ ഇക്കാര്യത്തിനകത്ത് ആർക്കും വ്യക്തമായ അഭിപ്രായങ്ങളില്ല. ഈ അഭിപ്രായങ്ങൾ എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് രൂപീകരിക്കപ്പെടാത്തത്? കാരണം ഇത് ടൈം ടെസ്റ്റഡ് അല്ല. അതേസമയം 6 മാസത്തിന് ശേഷം എല്ലാവർക്കും ആ കമ്പനിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം രൂപീകരിക്കപ്പെടും. ആ കമ്പനിയുടെ വാല്യുവേഷൻ നീതീകരിക്കപ്പെടുന്ന രീതിയിലേക്ക്
ആ ഒരു വിലയിലെത്തും. അപ്പോൾ 6 മാസത്തിന് ശേഷം കമ്പനിയുടെ വില 1000-1500 രൂപ ഉണ്ടെങ്കിൽ അന്ന് പ്രത്യേകിച്ചൊരു ഹൈപ്പൊന്നും ഇല്ലാതെയാണ് ആ ഒരു വില നിലവാരത്തിൽ സ്റ്റഡി ആയിട്ട് മാനേജ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിയുടെ വാല്യുവേഷൻ ഫെയർലി വാല്യൂഡ് ആണെന്ന് തന്നെയാണ്. കുറേ പേര് PE വാല്യൂ ഒക്കെ വെച്ചിട്ട് മാത്രം കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്യുന്നവരുണ്ട്. PE വാല്യൂ ഒക്കെ ആത്യന്തികമായി ഇന്ത്യയെ സംബന്ധിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളുടെയും PE വാല്യൂ വളരെ അധികമാണ്. അതിൻ്റെ അർത്ഥം അവയെല്ലാം നാളെയും മറ്റന്നാളും പൊളിഞ്ഞു വീഴുന്നുള്ളതല്ല. കാരണം അതെല്ലാം പ്രൊജക്റ്റഡ് PE വാല്യൂസ് ആണ് പലപ്പോഴും അതിൻ്റെ അകത്ത് പ്രീമിയംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനെ കുറ്റം പറയാൻ കഴിയില്ല. ആ ഒരു PE വാല്യൂ വളരെ കൂടുതലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ വില കൂടുതലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ വില മുകളിലേക്ക് കയറിപ്പോവും. ഇനി കുറച്ച് കഴിയുമ്പം കമ്പനിയുടെ അവസ്ഥ ഇത് തന്നെയാണെന്ന് കരുതി നമ്മളത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് PE വാല്യൂസിന് കാര്യമായിട്ട് വലിയൊരു വെയിറ്റേജ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ IPOയെ സംബന്ധിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. IPO എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലോട്ടറി ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നു. നല്ലതെന്ന് പറയുന്ന IPOകൾ നമ്പേഴ്സും നല്ലതായത് അവയ്ക്ക് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. ആർക്കും വേണ്ടാത്തത് മുമ്പ് അപ്ലൈ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് ആർക്കും വേണ്ടാത്തത് പോയി അപ്ലൈ ചെയ്യും. അത് കിട്ടുകയും ചെയ്യും. ലിസ്റ്റിംഗ് ഗെയിൻസ് പോയിട്ട് പലപ്പോഴും ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോട്ടം ലൈനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സും നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത IPOകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടാണ് പലർക്കും ഉള്ളത്. നല്ല ബിസിനസ് മോഡലാണ്, നല്ലതാണ്, ഭാവിയിലെ റിലയൻസ് ആണ്, ഭാവിയിലെ അദാനിയാണ്, ഭാവിയിലെ ITC ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയയിലൂടെയും പലതും പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ബസ് അവസാനത്തെ ബസ്സാണെന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ചാടിക്കയറി പണം കളയുന്നവരാണ് പലരും ഉള്ളത്. മാർക്കറ്റ് ഇന്നും നാളെ ഒന്നും അടച്ചു പോകുന്നില്ല. കാലങ്ങളോടുകൂടി ഉണ്ടാകും. നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ ഇനിയും വരും. അതുകൊണ്ട് നിക്ഷേപങ്ങൾ കഴിവതും വിവേകപൂർവ്വമാക്കുക. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.